ലക്ഷ്യം നിശ്ചയമായും പിണറായി വിജയനാണ്. പിണറായി വിജയൻ മാത്രമല്ല, ഭരിക്കുന്ന CPM ആണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അതൊരു രാഷ്ട്രീയ പദ്ധതിയുമാണ്. നമ്മളിപ്പോൾ ഈ കേസിനെ എങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ കേസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? CMRL എക്സാലോജിക് കേസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എക്സാലോജിക് എന്ന് പറയുന്നത് വീണ വിജയൻ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനിയാണ്. ശരിക്കും ഈ എക്സാലോജിക്ക് ഈ പറയുന്ന കേസിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊരു സെൻസേഷണൽ കേസാകുമായിരുന്നു, ഇതൊരു സാധാരണ കേസായി പോകുമായിരുന്നു, അല്ലേ? യഥാർത്ഥത്തിൽ നോക്കൂ, ഇപ്പോൾ CMRലും എക്സാലോജിക്കും തമ്മിലുണ്ടായിട്ടുള്ള ഇടപാടെന്ന് പറയുന്നത് കേവലം 2.5 കോടി 2.25 കോടി രൂപയുടെ ഇടപാട് മാത്രമാണ്. പക്ഷേ ഈ കേസ് എത്ര കോടിയുടെയാണ്? 197 കോടി രൂപയുടെ കേസാണ്. 195 കോടി രൂപയുടെ കേസ് മറുവശത്ത് നിൽക്കുമ്പോൾ 2.25 കോടിയുടെ കേസ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമാണ്. കാരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ നടത്തുന്ന ഒരു കമ്പനിയുമായിട്ടുള്ള പണമിടപാടായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി തന്നെയാണ്. അത് സ്വാഭാവികമായും ഒരു സെൻസേഷണൽ വാർത്തയാകും. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കാം. ഒന്ന്, ബാങ്ക് ത്രൂ ഒരു പണ ഇടപാട് നടന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ആ പണമിടപാട് സുതാര്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ടായാൽ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ മറുപടി നൽകാത്തിടത്തോളം കാലം ബാങ്ക് ത്രൂ ആണ് ആ പണമിടപാട് നടന്നിട്ടുള്ളത് എങ്കിൽ കൂടിയും അത് അഴിമതിയായി മാറാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ കൈക്കൂലിയായിട്ടോ മറ്റ് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ നേടുന്നൊരു പണത്തിന് നികുതി അടച്ചു എന്നുള്ളത് കൊണ്ടും എനിക്ക് ലഭിച്ചിരിക്കുന്ന പണം സുതാര്യമാകുന്നില്ല, ആ പണമിടപാട് സുതാര്യമാകുന്നില്ല.